SDPI കോൺഗ്രസ്സിന് പിന്തുണ കൊടുത്തത് ഇപ്പോൾ കേരളത്തിലെ വലിയ രാഷ്ട്രീയ ചർച്ചയാണ്. കോൺഗ്രസ് ഈ പിന്തുണ ആവശ്യപ്പെട്ടിട്ടില്ല എന്ന് പറയുന്നുണ്ട്. പക്ഷേ ഞങ്ങൾക്ക് ആ വോട്ട് വേണ്ട എന്ന് പറയുന്നു. CPM ആണ് ഏറ്റവും കൂടുതൽ കോൺഗ്രസിനെ ഇതിൻ്റെ പേരിൽ ആക്ഷേപിക്കാൻ വന്നിരിക്കുന്നത്. അത് വലിയൊരു കളകളിയാണ്. SDPI എന്നൊക്കെ പറയുന്നത് വെറുതെ ഒരു മുഖം മൂടിയാണ്. പോപ്പുലർ ഫ്രണ്ടാണ് സാധനം. പോപ്പുലർ ഫ്രണ്ടിൻ്റെ പൊളിറ്റിക്കൽ ഫ്രണ്ടാണ് SDPI. അപ്പോൾ പോപ്പുലർ ഫ്രണ്ട് നിരോധിച്ചു കഴിഞ്ഞപ്പോൾ ഇവരിൽ ഭൂരിഭാഗം SDPIയിൽ കുടിയേറി റാലി അത് ഇതൊക്കെ. കഴിഞ്ഞ മാസം വലിയ റാലിയായിരുന്നു SDPIയുടെ. ഒരു മീഡിയയും അത് കവർ ചെയ്തില്ല. കാരണം ഹിന്ദു കൺസോളിഡേഷൻ ഉണ്ടാവും. ഇവരുടെ റാലി കണ്ടല്ല എപ്പോഴും നമുക്കൊരു ഭയം ജനിപ്പിക്കുന്ന റാലിയാണ്. മനുഷ്യരിൽ ഒരു സുരക്ഷിതത്വ ബോധം അല്ലെങ്കിൽ ഒരു ഐക്യബോധം ഉണ്ടാക്കുന്ന റാലിയല്ല. ഇവർ കാണുമ്പോൾ ഇവരാരെയോ ആക്രമിക്കാൻ പോകുന്ന പോലത്തെ മുദ്രാവാക്യം അതുപോലെയൊക്കെയാണ് ഇവരുടെ സ്റ്റൈൽ. അപ്പോൾ അത് കണ്ടു കഴിഞ്ഞാൽ ഹിന്ദു ക്രിസ്ത്യൻ കൺസോളിഡേഷൻ ഉണ്ടാകും എന്നുള്ളതുകൊണ്ട് കേരളത്തിലെ മാധ്യമങ്ങൾ അതങ്ങോട്ട് പൂഴ്ത്തി. ജനസേവനം ചെയ്യണമല്ലോ, അങ്ങനെ പൂഴ്ത്തി. ദിസ് ഈസ് ദ സിറ്റുവേഷൻ. ഇതിൻ്റെ ബെനിഫിഷ്യറി CPM ആണ്. പിണറായി വിജയൻ ഈ മലപ്പുറത്തും കാസർഗോഡും ഒക്കെ പോയിട്ട് ഈ CAA ഇഷ്യൂ പൊക്കുകയും നെയ്യാറ്റിൻകരയിൽ വന്നപ്പോൾ അത് പൊക്കാതിരിക്കുകയും ചെയ്തതിൻ്റെ കാരണം ഇവരുടെ വോട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ്. സുനിൽ ഇപ്പോൾ മുസ്ലിങ്ങളുടെ പൊളിറ്റിക്സ് നോക്കുന്നത് മാക്സിമം അറൗണ്ട് 90% മുസ്ലിംസ് അവർ മുസ്ലിം ലീഗിൻ്റെ കൂടെയാണ്. പൊളിറ്റിക്സ് വന്നു കഴിയുമ്പോൾ അവർ മുസ്ലിം ലീഗിൻ്റെ കൂടെയാണ്. ബാക്കി 10% എങ്ങനെയെങ്കിലും ഇൻക്രീസ് ചെയ്ത് കൊണ്ടുവന്നിട്ട് തങ്ങളുടെ ബാർഗെയിൻ പവർ കൂട്ടുക എന്നുള്ളതാണ് ഈ ജമാഅത്തെ ഇസ്ലാമി, പോപ്പുലർ ഫ്രണ്ട് ഇവരുടെയൊക്കെ നോട്ടം. ജമാഅത്തെ ഇസ്ലാമിക്ക് ഒരു പാർട്ടിയുണ്ട്, വെൽഫെയർ പാർട്ടി ഓഫ് ഇന്ത്യ. ഇതൊക്കെ പേരിന് അവിടെ ഇവിടെ നിങ്ങൾക്ക് 1-2 സീറ്റ് കിട്ടും. 1-2 പഞ്ചായത്തിൽ LDF UDF തുല്യമായി കഴിയുമ്പോൾ SDPI നിർണായക ഘടകമാകുക. ഇങ്ങനെയൊക്കെയുള്ള ഭോഷ്കുകളൊക്കെ സംഭവിക്കുന്നത് ഈ ഫിനോമിന കൊണ്ടാണ്. അപ്പോൾ അവർ ഈ ഫ്രിഞ്ച് എലമെൻറ്റ്സ് മുസ്ലിം ലീഗിൻ്റെ വോട്ട് കുറയ്ക്കുക, മുസ്ലിം ലീഗിൽ നിന്ന് ആളുകളെ പിടിക്കുക എന്നുള്ള ഒരു പരിപാടി നേരത്തെ മുതൽ നടത്തുന്നുണ്ട്. ഇത് നടത്തി ഇതിനെ പ്രോത്സാഹിപ്പിക്കുന്നത് LDF ആണ്, പ്രത്യേകിച്ച് CPM. കാരണം മുസ്ലിം ലീഗ് ക്ഷീണിക്കുക എന്നുള്ളത് CPMൻ്റെ ആവശ്യമാണ്. ഒന്നുകിൽ മുസ്ലിം ലീഗ് മൊത്തം ഞങ്ങളുടെ കൂടെ വരണം, അല്ലെങ്കിൽ ഈ തീവ്രവാദികളെ വെച്ച് നിങ്ങളെ ഞങ്ങൾ ക്ഷീണിപ്പിച്ചുകൊണ്ടിരിക്കും. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ നിവൃത്തികേട് കൊണ്ട് ഇവരുമായിട്ട് മുസ്ലിം ലീഗിന് ചർച്ച ചെയ്യേണ്ടി വന്നു, രഹസ്യ ചർച്ച. അതാരോ വീഡിയോയിലെടുത്ത് അത് പ്രചരിപ്പിച്ച് ആ കൂടെ കുഴപ്പമായി. കുഞ്ഞാലിക്കുട്ടി പറഞ്ഞു ഞാനവിടെ ചായ കുടിക്കാൻ പോയതാണ്. ET മുഹമ്മദ് ബഷീർ പറഞ്ഞു അവിടെ എന്തോ ബഹളം കേട്ടപ്പോൾ ഞാൻ പോയി നോക്കിയതാണ്, അങ്ങനെ ഇങ്ങനെ എന്നൊക്കെ പറഞ്ഞു ഒഴിഞ്ഞു. ബട്ട് ഇറ്റ് വാസ് ദ മീറ്റിംഗ്. കാരണം ഇവർ അവഗണിക്കാനാവാത്ത ഒരു ഇസ്ലാമിക ശക്തിയായിട്ട് വളർന്നു എന്ന് മുസ്ലിം ലീഗിന് തോന്നി. ഇതുവരെ അത് തോന്നിയിരുന്നില്ല. അതുകൊണ്ട് മുസ്ലിം ലീഗ് സകല ആൾക്കാരെയും വിളിച്ച് കോമൺ മീറ്റിംഗ് നടത്തും, ഇവരെ ഒഴിവാക്കി നിർത്തും. ജമാഅത്തെ ഇസ്ലാമിയെയും പോപ്പുലർ ഫ്രണ്ടിനെയും ഒഴിവാക്കി നിർത്തുമായിരുന്നു. ഫൈനലി ഇത് രക്ഷയില്ല എന്ന് വന്നു കഴിഞ്ഞപ്പോൾ ഇവരെ കൂടെ എടുക്കാനായിട്ടാണ് രഹസ്യ ചർച്ച നടത്തിയത്. അത് പരസ്യമായി, അതോടെ അവിടെ റിലേഷൻ സ്ട്രെയിനായി, ആകെ കൂടെ പ്രശ്നമായി. ബട്ട് പിണറായി വിജയൻ ഇവരുടെ പുറകെ പ്രേമലേഖനവുമായിട്ട് കുറേ കാലമായിട്ട് ലീഗിൻ്റെ പിന്നാലെ നടക്കും. ലീഗ് ഇപ്പോഴെങ്ങും വരുന്ന ലക്ഷണമില്ല. കാരണം അവരങ്ങനെ അങ്ങ് അടർന്നു വരുന്നവരല്ല. ബട്ട് ഇവരെ നിരന്തരം പ്രീണിപ്പിച്ചുകൊണ്ടായിരിക്കുന്നത്. മറ്റവർ ഒരു ക്ഷണമൊക്കെ കൊടുത്തു മുസ്ലിം ലീഗിന് സ്വാഗതം, അവരെ സെമിനാറിന് വിളിക്കുക, അവരുടെ ആളിനെ കേരള ബാങ്കിൻ്റെ ഡയറക്ടറാക്കി. CPM തിരിച്ചടിയല്ലേ? SDPIയുടെ പിന്തുണ കോൺഗ്രസിനാണല്ലോ. SDPI പിന്തുണ കോൺഗ്രസിനാണെന്ന് അവർ പറയുകയാണ്. അവരുടെ ആക്ച്വൽ പിന്തുണ LDFനാണ്. കോൺഗ്രസിനെ ഡിഫെൻസീവിലാക്കാൻ SDPI ഇറക്കിയ നമ്പറാണിത്. ഞാനിത് പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ 1995-96 കാലഘട്ടത്തിൽ MP നാരായണപിള്ള കലാകൗമുദിയിൽ കോളം എഴുതുന്ന സമയം MP നാരായണപിള്ള അന്ന് BJPക്ക് ഒരു ഉപദേശം കൊടുത്തു. നിങ്ങൾക്ക് കേരളത്തിൽ ഗുണം പിടിക്കുന്നില്ല, ഞാനൊരു കാര്യം നിങ്ങളോട് പറയാം, അതൊന്ന് കേൾക്ക്. നിങ്ങൾ അടുത്ത തെരഞ്ഞെടുപ്പിൽ LDFന് പിന്തുണ പ്രഖ്യാപിക്കുക. LDF കുഴപ്പത്തിലാവും. LDF പറയും ഞങ്ങൾക്ക് വോട്ട് വേണ്ട. നിങ്ങൾ പറയും ഇല്ല ചേട്ടാ ഞങ്ങൾ വോട്ട് തരും. കാരണം ഈ ബൂത്തിൽ വന്നിട്ട് നിങ്ങളുടെ കൈക്ക് പിടിക്കാൻ പറ്റില്ല. ഈ വോട്ട് വേണ്ട എന്ന് പറയുന്നത് അർത്ഥശൂന്യമായൊരു പ്രസ്താവനയാണ്. എങ്ങനെ ഈ വോട്ട് വേണ്ടാതെ കേൾക്കുന്നത്? ഞാൻ വന്ന് സുനിലിന് അങ്ങ് വോട്ട് ചെയ്യുകയാണ്, സുനിൽ എന്ത് ചെയ്യും? നിന്റെ വോട്ട് വേണ്ടടാന്ന് പറയാൻ പറ്റില്ല. അല്ല, പറയാൻ വേണമെങ്കിൽ. പക്ഷെ ഞാൻ പറയുന്നത് ഞാനങ്ങ് ചെയ്യുകയാണ് ചേട്ടാ. കാരണം ഈ ബൂത്തിനുള്ളിൽ എന്നെ നിയന്ത്രിക്കാൻ ആരും ഇല്ലല്ലോ. ആർക്ക് വോട്ട് ചെയ്യണമെന്ന് ഞാനല്ലേ തീരുമാനിക്കുന്നത്.
ഞാനങ്ങ് ചേട്ടന് വോട്ട് തരും. ഇതുപോലെ LDFിനോട് പറയുക, നിങ്ങൾ വേണ്ടാന്ന് പറഞ്ഞാൽ ഞങ്ങൾ നിങ്ങൾക്ക് വോട്ട് തരുന്നു. ഈ ആക്രമണം തടയാൻ LDFിന് ആരോഗ്യമില്ല. അതുകൊണ്ട് പ്രിയപ്പെട്ട BJPക്കാരെ, ഞാൻ പറയുന്ന ഒന്ന് കേൾക്ക്. 2 തെരഞ്ഞെടുപ്പിൽ നിങ്ങളിത് ചെയ്യും. ഇങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ LDF ഛിന്ന ഭിന്നമാകും, വിഷമിക്കും അവർ. ദെൻ നിങ്ങളും കോൺഗ്രസും തമ്മിലാകും കേരളത്തിലെ യുദ്ധം. ആ യുദ്ധത്തിൽ എങ്ങനെയൊക്കെ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് കുറേയധികം ബെനിഫിറ്റ് കിട്ടും. ഇതായിരുന്നു MP നാരായണപിള്ളയുടെ ഉപദേശം. പിന്നെ ആരുടെയും ഉപദേശം ഒന്നും കേൾക്കില്ല എന്നുള്ള BJPക്കാർ ആ ഉപദേശവും തള്ളിക്കളഞ്ഞു. അവർക്ക് അവരുടേതായ ചില ഉപദേശികളും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. അത് ഈ തിരഞ്ഞെടുപ്പ് വരുമ്പോൾ അങ്ങ് സടകുടഞ്ഞെണീറ്റ് വോട്ട് 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 എന്നൊക്കെ പറഞ്ഞിട്ട് ഈ റെയിൽവേ സ്റ്റേഷൻ പാർട്ടികളെന്ന് പറഞ്ഞൊന്നുമില്ല. തിരഞ്ഞെടുപ്പ് റെയിൽവേ സ്റ്റേഷനിൽ നിശബ്ദമായിരിക്കും. ഒരു ട്രെയിൻ അങ്ങ് വന്ന് നിന്ന് കഴിയുമ്പോൾ കാപ്പി കാപ്പി ചായ ചായ എന്ന് പറഞ്ഞ് വൻ ബഹളം. ഇത് കഴിയുമ്പോൾ മരിക്കാൻ പോകുന്ന ഒരു ചായ കുടിക്കണമെന്ന് ഈ കക്ഷിയെ കാണില്ല. പിന്നെ അവനെ കാണണമെങ്കിൽ അടുത്ത ട്രെയിൻ വരണം. ഇതുപോലെ ഒരുപാട് പാർട്ടികൾ തെരഞ്ഞെടുപ്പ് വരുമ്പോൾ ഇപ്പോൾ കണ്ടില്ല, ഒരുപാട് പ്രസ്താവന. അത് ഇത് VV അഗസ്റ്റിൻ്റെ നേതൃത്വത്തിൽ അവർ BJPയിൽ ലയിക്കുന്നു, സപ്പോർട്ട് ചെയ്യുന്നു, NDAയിൽ വരുന്നു, ആരൊക്കെ വരുന്നു പോകുന്നു, എന്തെല്ലാം ആഘോഷം നടക്കുന്നു. ഇതൊക്കെ ഈ ട്രെയിൻ വന്നുകൊണ്ടാണ്. തെരഞ്ഞെടുപ്പ് വന്നു, അതുകൊണ്ട് കാപ്പി കാപ്പി ചായ ചായ ഇവിടെ വോട്ട് വോട്ട് വോട്ട്. പരാതിയുണ്ട്. ചില BJPക്കാരൊക്കെ എന്നോട് സ്വകാര്യമായിട്ട് പറയുന്നുണ്ട്, ഇടയ്ക്കിടയ്ക്ക് നിങ്ങളുടെ ടോക്കിനിടയ്ക്ക് TG നൈസായിട്ട് BJPക്ക് ഇട്ടൊന്ന് കുത്തുന്നുണ്ടെന്ന്. ഞാൻ അങ്ങനെ ഈ നൈസായിട്ട് കുത്തുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തോ രഹസ്യമായിട്ട് പാരകയറ്റുക. ഞാൻ പബ്ലിക്കായിട്ടല്ലേ പറയുന്നത്. ഈ ദേർ പാർട്ടി ഇപ്പോൾ അതിരിക്കട്ടെ, ഇനി നൈസായിട്ട് കുത്തിയെങ്കിൽ അങ്ങനെ. ഞാൻ ആ തർക്കത്തിലേക്കൊന്നും പോകാൻ ആഗ്രഹിക്കും. ഞാൻ പറഞ്ഞത് ഈ പിന്തുണയുടെ കാര്യമുണ്ടല്ലോ, പിന്തുണച്ച് ഒരു പാർട്ടിയെ ഇല്ലാതാക്കുന്നത് എങ്ങനെ, ആ തിയറിയാണ് MP നാരായണപിള്ള അന്ന് അവതരിപ്പിച്ചത്. എ പാർട്ടി ഓർ എ ഗ്രൂപ്പ് will disintegrate merely because you are supporting or announcing the support. ഇനി വോട്ട് ചെയ്തില്ലെങ്കിലും അനൗൺസ് ചെയ്ത് കഴിഞ്ഞാൽ തന്നെ കുഴപ്പത്തിലാണ്. ഇപ്പോൾ എന്താ സംഭവിച്ചത്? SDPI UDFന് പിന്തുണ പ്രഖ്യാപിച്ചു. മാർക്സിസ്റ്റ് പാർട്ടി അത് ആയുധമാക്കി. കണ്ടോ തീവ്രവാദികളുടെ പിന്തുണ. തീവ്രവാദികൾ കോൺഗ്രസിന് എന്ത് ചെയ്യണമെന്ന് അറിയാമില്ല. ഇന്നലെ രമേശ് ചെന്നിത്തല പറഞ്ഞു, ഒരാളിൻ്റെ വോട്ട് വേണ്ട എന്ന് പറയുന്നത് എങ്ങനെയാണ്? ഒരു തെരഞ്ഞെടുപ്പല്ലേ. ഇൻ പ്രിൻസിപ്പിൾ തെരഞ്ഞെടുപ്പിൽ നിങ്ങൾക്ക് വോട്ട് വേണ്ട എന്ന് പറഞ്ഞുകൂടാ. എനിക്ക് വോട്ട് വേണ്ട എന്നല്ല, എനിക്ക് വോട്ട് വേണമെന്നല്ലേ പറയേണ്ടത്. അവൻ ചെയ്യുന്നവൻ തീവ്രവാദിയോ അല്ലാത്തവാദിയോ പറഞ്ഞിട്ടുണ്ട്. എവിടെ പറഞ്ഞു? അവർ പറയുന്നത് ഞങ്ങൾ പറഞ്ഞിട്ടുണ്ട് വർഗീയവാദികളുടെ വോട്ട് വേണ്ട. പണ്ടെങ്ങാണ്ട് പറഞ്ഞു തെരഞ്ഞെടുപ്പ് ഇല്ലാത്ത സമയത്ത്. ഇപ്പം ട്രെയിൻ വന്ന് നിൽക്കുക. ഇപ്പം CPMനും ചായ വിറ്റേ പറ്റുള്ളൂ, അല്ലാതെ ചായ തീർന്നു എന്ന് പറയാൻ CPMനും പറ്റില്ല. ഇതിലും കടപ്പപ്പെട്ട ആരെങ്കിലും അങ്ങോട്ട് സപ്പോർട്ട് കൊടുത്ത് കഴിഞ്ഞാൽ വേണ്ടെന്ന് പറയുക. അല്ല, അത് ഞാൻ കേട്ടില്ല, അവരെന്താ പറഞ്ഞതെന്ന് ഞാനൊന്ന് പരിശോധിക്കട്ടെ എന്നൊക്കെ പറഞ്ഞു CPM. അതിനുള്ള ധൈര്യമൊന്നും CPMനില്ല. CPM പറയട്ടെ, ഞങ്ങൾക്ക് ഈ ഒരുത്തൻ്റെയും വോട്ട് വേണ്ട, LDFിൽ ഉള്ള ആൾക്കാർ അവരുടെ മാത്രം വോട്ട് ഞങ്ങൾക്ക് മതി, അതിന് പുറത്തുള്ള വോട്ട് വേണ്ട എന്ന് പറയുക. അങ്ങനെ പറയില്ല. അങ്ങനെയല്ലല്ലോ അവർ ചെയ്യുന്നവരൊക്കെ വോട്ട് ചെയ്യട്ടെ എന്ന് പറയും. ഇത് തന്നെയാണ് രമേശ് ചെന്നിത്തലയും പറയുന്നത്. അത് വലിയ മഹാപരാധം ആണോ? അല്ലെ, ഇത് തെരഞ്ഞെടുപ്പിൽ ഇത് ടൂളായിട്ട് ഉപയോഗിക്കുന്നു. നിങ്ങൾ തീവ്രവാദികളുടെ പിന്തുണ എടുത്തു. കോഴിക്കോടൊക്കെ ചില മണ്ഡലങ്ങളിൽ UDF സ്ഥാനാർത്ഥി അറിയാതെ അദ്ദേഹത്തിൻ്റെ പോസ്റ്ററും വെച്ച് SDPIയുടെ അഭിവാദ്യങ്ങൾ പോസ്റ്റർ വന്നിട്ടുണ്ട്. SDPI അറിഞ്ഞിട്ടില്ല, കോൺഗ്രസ് പറഞ്ഞിട്ടില്ല. ഈ തന്ത്രമാണ് പണ്ട് MP നാരായണപിള്ള പറഞ്ഞത്. നിങ്ങളിതെങ്ങനെ അനൗൺസ് ചെയ്യുക? ഇപ്പോൾ കോൺഗ്രസ് പറയും, അറ്റ കൈക്ക് കോൺഗ്രസ് പറഞ്ഞു എന്ന് വെച്ചോ, ഞങ്ങൾക്ക് ഇവരുടെ പിന്തുണ വേണ്ട എന്ന് പറഞ്ഞാൽ അവർ ഇതാണ് ചെയ്യാൻ പോകുന്നത്. SDPI ഇല്ല, ഞങ്ങൾ പിന്തുണ തരും. എന്ത് ചെയ്യും? ചിലയിടത്ത് കോൺഗ്രസിൻ്റെ SDPIയുടെ കൊടി ഒരുമിച്ച് കെട്ടിവെച്ചിട്ടുണ്ട്. വയ്ക്കും. കോൺഗ്രസിന് എന്ത് ചെയ്യാൻ പറ്റും? VD സതീശനോട് ഇങ്ങനെ SDPI പിന്തുണ സ്വീകരിക്കുമോ എന്ന് ചോദിച്ചപ്പോൾ VD സതീശൻ ശരി എന്ന് പറഞ്ഞിട്ട് പത്രസമ്മേളനം അവസാനിപ്പിച്ച് എണീറ്റ് പോയി. അതിനു മുമ്പ് ഇതിൻ്റെ ഫാക്ട്സൊക്കെ പറഞ്ഞുകൊണ്ടിരുന്നതാണ്. SDPI ഒരു കാലത്തും കോൺഗ്രസിന് പിന്തുണ പ്രഖ്യാപിച്ചിട്ടില്ല. അവരെവിടെ എന്ത് പറഞ്ഞു എന്ന് എനിക്കറിയില്ല, അത് പരിശോധിച്ച് നോക്കേണ്ടതാണ്. CPM ആണ് ഇത് ചെയ്തത്, അങ്ങനെ ഇങ്ങനെ എന്നൊക്കെ പറഞ്ഞ് ഒരുപാടൊക്കെ ന്യായമൊക്കെ പറഞ്ഞു. ഫൈനലി ഒരു പത്രക്കാരനെ ചോദ്യം, ശരി അതൊക്കെ ഇരിക്കട്ടെ, ഇപ്പോൾ അവർ പിന്തുണ തരുന്നു എന്ന് പറയുന്നു, നിങ്ങളത് സ്വീകരിക്കുമോ? അപ്പോൾ ശരി ശരി എന്ന് പറഞ്ഞിട്ട്. പക്ഷേ കോൺഗ്രസ്സുകാർ ഇപ്പോൾ SDPIയുടെയും അല്ല, കോൺഗ്രസ്സുകാരല്ല CPMകാർ കോൺഗ്രസിൻ്റെ SDPIയുടെയും കൊടി വ്യാപകമായി വാങ്ങുന്നുണ്ട്. ഇപ്പോൾ വാങ്ങിച്ചോട്ടെ, അവർ പിന്തുണയും എടുത്തോട്ടെ. ഇപ്പോൾ വാസ്തവത്തിൽ ഞാൻ പറയുന്നത് കോൺഗ്രസ്സുകാർ ധൈര്യമായിട്ട് പറയണം,
SDP പിന്തുണച്ചാൽ ശരി, നല്ല കാര്യം, അവർ പിന്തുണച്ചോട്ടെ, ആര് വേണമെങ്കിലും ഞങ്ങൾ പിന്തുണച്ചോട്ടെ. ഇത് ഒരു ജീവൻ മരണ പോരാട്ടമാണ്. എന്നിട്ട് മറ്റേ നമ്പറുണ്ടല്ലോ, ഇത് ജനാധിപത്യം. ജനാധിപത്യത്തിൻ്റെ തലയ്ക്കുള്ളിൽ ഇടിഞ്ഞ് ഒരൊറ്റ നൂലിൽ ഇങ്ങനെ കിടക്കുക. നമ്മൾ ഈ തെരഞ്ഞെടുപ്പിൽ തോറ്റ അത് ഇട്ടോ എന്ന് താഴെ വീണ് പൊട്ടിച്ചെതറും. പിന്നെ മതേതരത്വം, അത് നമുക്ക് താഴെ വയ്ക്കാനേ പറ്റില്ല. മതേതര മൂല്യങ്ങൾ ഉയർത്തിപ്പിടിച്ച് കക്ഷം നൊന്ത് VD സതീശൻ തിരുമലിലാണ്. ഇപ്പോൾ കോട്ടയ്ക്കിൽ 2 ദിവസം തിരുമായിരുന്നു പുള്ളി ഇത് പൊക്കി പിടിച്ചിട്ട്. അപ്പോൾ ഇപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള ഭോഷ്കുകളൊക്കെ നിങ്ങൾക്ക് പറയാം. എന്തെന്ന് നിങ്ങൾ SDP-യുടെ ഇത് പിന്തുണ സ്വീകരിച്ചോ? SDP-ഐ ഒരു തീവ്രവാദ അവരെ നിരോധിച്ചിട്ടൊന്നുമില്ല. ആക്ട് പ്രകാരം നിലവിലുള്ള ഒരു പാർട്ടിയാണ്. പക്ഷേ ഒരു സംശയം ചോദിക്കട്ടെ, ഇത് ന്യായീകരിക്കേണ്ടത് എങ്ങനെയാണെന്ന് ഞാൻ പറയാം. അവരുടെ കൂട്ടത്തിൽ ഒരു പക്ഷേ ചില തീവ്രവാദ ചിന്താഗതികൾ ഉള്ളവരും ഉണ്ടാകാം. അതെല്ലാ പാർട്ടിയിലും ഒക്കെ ഉണ്ടല്ലോ. അവർ 3-4 പേരുണ്ട് എന്ന് വിചാരിച്ചിട്ട് നമുക്ക് ആ സമുദായത്തെ മുഴുവൻ കുറ്റപ്പെടുത്താൻ കഴിയുമോ? പാർട്ടി എന്നുള്ള വാക്ക് മാറ്റിയിട്ട് സമുദായം എന്ന് വെച്ചാൽ മതി. നരേഷൻ മാറും. ഇതൊക്കെ ആളുകൾ കളിക്കുന്ന ഇതല്ലേ. അതല്ല, കോൺഗ്രസ് ആണ് ഈ ഒരു സാധനം അതിനുള്ള ബുദ്ധി CPM-നാണ് കൂടുതലുള്ളത്. വർഗീയത ആരോപണം വരുമ്പോൾ സ്ഥാനാർത്ഥി നിർണയത്തിൽ നിങ്ങൾ ജാതിയും മതവും നോക്കുന്നില്ല എന്ന് പറയുമ്പോൾ അവർ ജാതിയും മതവും ഞങ്ങൾ നോക്കാറില്ല, പക്ഷേ സാമുദായിക സന്തുലനം നോക്കാറുണ്ട്. അപ്പോൾ സാമുദായിക സന്തുലനം എന്ന് കേൾക്കുമ്പോൾ നമുക്ക് വലിയ കുഴപ്പമില്ലാത്ത ഒരു കാര്യം. ജാതിയും മതവും നോക്കിയാലാണ് പ്രശ്നം. സാമുദായിക സന്തുലനത്തിൻ്റെ അർത്ഥം എന്താ? ജാതിയും മതവും തുല്യമാക്കിയിട്ട് ചെയ്യുന്നു എന്നാണ്. ഇത് ഈ ഇറാഖ് യുദ്ധകാലത്ത് അമേരിക്ക കോയിൻ ചെയ്തൊരു വാക്കാണ് കൊലാറ്ററൽ ഡാമേജ്. അപ്പോൾ കൊലാറ്ററൽ ഡാമേജ് ഇറാഖിൽ ഒരു ബോംബ് ചെയ്തപ്പോൾ ഒരു ആശുപത്രിയും സ്കൂളും ബോംബിൽ പെട്ടപ്പോൾ 300 പേര് മരിച്ചു, ഹോസ്പിറ്റലിലെയും സ്കൂളിലെയും. അത് വലിയൊരു വാർ ക്രൈമാണ്. അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം അവർ വലിയ മനുഷ്യാവകാശത്തിൻ്റെ അപ്പോസ്തലന്മാരാണ്. ഇത് സംഭവിച്ചു കഴിഞ്ഞപ്പോൾ അന്ന് ജോർജ് ബുഷ് 1-ാമനാണ് ആദ്യമായിട്ട് പറയുന്നത്, I accept there was a collateral damage and around 300 people died. We are sorry for that. We will institute an inquiry into that one. What happened? അപ്പോൾ ആളുകൾ കൊലാറ്ററൽ ഡാമേജ് ഉണ്ടായിട്ട് കുഴപ്പമില്ല. സത്യം പറഞ്ഞാൽ ആശുപത്രിയും സ്കൂളുമാണ് ബോംബിട്ടിരിക്കുന്നത്. ആ പേര് മാറ്റി കൊലാറ്ററൽ ഡാമേജ് എന്നാക്കി. കൊലാറ്ററൽ ഡാമേജ് എന്നുള്ള പേരിൽ സിനിമയാക്കി. ഇന്നിപ്പോൾ കൊലാറ്ററൽ ഡാമേജ് അംഗീകരിക്കപ്പെട്ട ഒരു പ്രയോഗമായിട്ട് മാറി. എല്ലാ രാജ്യങ്ങളും കൊലാറ്ററൽ ഡാമേജ് ഉപയോഗിക്കാൻ തുടങ്ങി. സാധുക്കളെ കൊന്നതിന് പകരം കൊലാറ്ററൽ ഡാമേജ് എന്ന് വിളിക്കുക. ഇതൊക്കെയാണ് ജോർജ് ബുഷ് 2-ാമൻ. അയാളിന് തോന്നില്ല അഫ്ഗാനിസ്ഥാൻ പ്രശ്നമൊക്കെ വന്നു കഴിഞ്ഞപ്പോൾ എന്താ നിങ്ങളിങ്ങനെ പെരുമാറുന്നു കഴിഞ്ഞപ്പോൾ പുള്ളി പറഞ്ഞു, ഐ തിങ്ക് വി ആർ ബീയിങ് ഡ്രിവൺ ബൈ ദ ഫോഴ്സസ് വിച്ച് ആർ ഡ്രൈവിങ് അസ്. എന്താ അതിനർത്ഥം? വി ആർ ബീയിങ് ഡ്രിവൺ ബൈ ദ ഫോഴ്സസ് വിച്ച് ആർ ഡ്രൈവിങ് അസ്. ഞങ്ങളെ തള്ളി മുന്നോട്ട് കൊണ്ടുപോകുന്ന ഫോഴ്സസ് ആരാണോ അവരാണ് ഞങ്ങളെ തള്ളി മുന്നോട്ട് കൊണ്ടുപോകുന്നത്. ഇതുപോലത്തെ പ്രസ്താവനകൾ അത് ഈ US പ്രസിഡൻറ്റിൻ്റെ അഡ്വൈസായിട്ടുള്ള ഈ ഭാഷാ വിദഗ്ധന്മാരായിട്ടുള്ള സൈക്കോളജിസ്റ്റുകളുണ്ട്. എങ്ങനെ ഒരു ഡിഫിക്കൽട്ട് സിറ്റുവേഷൻ നമ്മൾ എങ്ങനെ അതിനെന്തെങ്കിലും ഒരു ന്യായം പറയണം. അപ്പോൾ ഇങ്ങനെ അർത്ഥശൂന്യമായ ഇത് കേട്ട് കഴിയുമ്പോൾ ഓ പാവം, ഹീ ഈസ് ബീയിങ് ഡ്രിവൺ ബൈ ദ ഫോഴ്സസ് വിച്ച് ആർ ഡ്രൈവിങ് ഹിം. എന്ത് ചെയ്യും? പിന്നെ കുറേ ഇവൻ നമ്മളെ പൊട്ടനാക്കിയതാണല്ലോ എന്ന് മനസ്സിലാക്കുന്ന കുറച്ച് താമസിച്ചു. ബൈ ദ ടൈം ദ സിറ്റുവേഷൻ ഹാസ് ചേഞ്ച്. ഇപ്പോൾ ഇതുപോലെ ഇപ്പോൾ കേരളത്തിൽ ഇപ്പോൾ SDP കോൺഗ്രസ്സിനെ സപ്പോർട്ട് ചെയ്യാൻ തീരുമാനിച്ചു കഴിഞ്ഞാൽ കോൺഗ്രസ്സുകാർ ചെയ്യേണ്ടത് ഇത് എങ്ങനെ അങ്ങോട്ടാക്കും, അതിന് പറ്റിയ പണിയാണ്. SDP അല്ല, ഏത് കടകെട്ടവനാണെങ്കിലും വോട്ട് ചെയ്യുമെന്ന് പറഞ്ഞാൽ വേണ്ടെന്ന് ഞങ്ങൾ പറയില്ല. കാരണം വോട്ട് ചെയ്യേണ്ടത് അവനാണ്. വേണ്ടാന്ന് ഞങ്ങൾ പറഞ്ഞാലും അവൻ ചെയ്തു എന്ന് വരും. പിന്നെ എന്ത് ഭോഷ്കാണിത്? അതുകൊണ്ട് ഞങ്ങൾ വേണ്ടാന്നൊന്നും പറയാൻ പോകുന്നില്ല. പിന്നെ SDP തീവ്രവാദികളാണെങ്കിൽ അവർക്ക് എങ്ങനെയാണ് റെക്കഗ്നേഷൻ കിട്ടിയത്? അവരെങ്ങനെ ഈ നാട്ടിൽ പാർട്ടിയായിട്ട് നടക്കുന്നു? അവരുടെ കൂട്ടത്തിൽ കുറച്ച് തീവ്രവാദികളുണ്ടാകാം, അതിപ്പോൾ എല്ലാ പാർട്ടിയിലും ഇല്ലേ. അതുകൊണ്ട് നമ്മളൊരു സമുദായത്തെ കുറ്റം പറയാം. അവിടെ പാർട്ടി എന്ന് ഉപയോഗിക്കരുത്, സമുദായം എന്ന് ഉപയോഗിക്കണം. പക്ഷേ ഇവിടെ ഒരു പ്രധാനപ്പെട്ട സംശയം, പോപ്പുലർ ഫ്രണ്ടിൻ്റെ നിരോധനം പൊതുവെ അംഗീകരിക്കപ്പെട്ടതാണ്. എല്ലാവരും ജാതി മത ഭേദമല്ലേ, മുസ്ലിം വിഭാഗത്തിൻ്റെ ഗണ്യമായ ഒരു വിഭാഗം അത് നിരോധിക്കപ്പെടേണ്ട സംഘടനയാണെന്ന് പറഞ്ഞു. പക്ഷേ പോപ്പുലർ ഫ്രണ്ടിനെ ഇല്ലാതാക്കിയിട്ട് അത് കാമോഫ്ലാഷ് ചെയ്യുന്ന SDP-യെ നിലനിർത്തിയാൽ ഈ നിരോധനം കൊണ്ട് എന്തെങ്കിലും ഫലമുണ്ടോ? നിരോധനം കൊണ്ട് ഫലമുണ്ട്.
SDP കുറേ മുദ്രാവാക്യം വിളിച്ച് തെക്കുകളൊക്കെ നടക്കാം എന്നുള്ളതല്ലാതെ പോപ്പുലർ ഫ്രണ്ടിൻ്റെ ആക്ഷൻസ് SDP പക്ഷെ അവരെല്ലാം ഇതിനകത്ത് വന്ന് ചേർന്നു. അല്ല, ആളുകൾ വന്ന് ചേർന്നു, ബട്ട് ആക്ടിവിറ്റി മാറിയല്ല. ആളുകൾ പോപ്പുലർ ഫ്രണ്ടിൽ നിന്ന് മാക്സിമം ആൾക്കാർ പോയിരിക്കുന്നത് DYFIയിലും മാർക്സിസ്റ്റ് പാർട്ടിയിലും, കുറച്ച് പേരാണ് SDP പോയിരിക്കുന്നത്, കുറേ പേര് കോൺഗ്രസ്സിൽ, ഐ ഡൗട്ട് ഈവൻ BJPയിൽ കയറി കാണും കുറേയധികം പേര്. BJP മുസ്ലിം വെൽക്കം, മുസ്ലിങ്ങൾ വരിക എന്ന് പറഞ്ഞാൽ വലിയ സർട്ടിഫിക്കറ്റാണല്ലോ. അങ്ങനെ ചെയ്തിട്ടുണ്ട്. പോപ്പുലർ ഫ്രണ്ട് നേരത്തെ മുതൽ സകല പാർട്ടിയിലും അവർ ഇൻഫിൽട്രേറ്റ് ചെയ്തിട്ടുണ്ട്. ഐ വിൽ ഡീക്ലാസിഫൈ ആൻ എക്സ്പ്ലോസീവ് ഇൻഫർമേഷൻ. മദനിയെ കർണാടക സർക്കാർ പിടിച്ചുകൊണ്ട് പോയി, കൊല്ലത്തുനിന്ന് അറസ്റ്റ് ചെയ്ത് ബാംഗ്ലൂർ കൊണ്ടുപോയി. ഹീസ് ഇൻ പരപ്പനാഗ്രഹാര ജയിൽ. ഇപ്പോൾ BJPയുടെ പ്രസിഡൻ്റായിരുന്ന K. സുരേന്ദ്രന് ഈ മദനിയുടെ ഗ്രൂപ്പ് അതൊരു പാർട്ടി എന്നോ അല്ലെങ്കിൽ PDP ചെയ്തെന്നോ പോപ്പുലർ ഫ്രണ്ട് ചെയ്തെന്നോ പറയാൻ പറ്റും. ബട്ട് പീപ്പിൾ ക്ലോസ് ടു മദനി ഓഫേർഡ് 5 crores ടു K. സുരേന്ദ്രൻ ടു ഗെറ്റ് ദ റിലീസ് ഓഫ് മദനി. എങ്ങനെയെങ്കിലും ജാമ്യത്തിലെടുത്ത് തരണം, 5 കോടി രൂപ. സുരേന്ദ്രൻ പറ്റില്ല എന്ന് പറഞ്ഞു. ഹി കുഡ് ഹാവ് മെയ്ഡ് മണി, 5 കോടി രൂപ. പക്ഷേ 5 കോടി ചിലവാക്കിയാൽ പോലും ആ മനുഷ്യന് ജാമ്യം കിട്ടുമായിരുന്നില്ല. കാരണം ബാംഗ്ലൂർ ചിന്നസ്വാമി സ്റ്റേഡിയത്തിൽ ബോംബ് വെച്ച കേസിലെ പ്രതിക്ക് വെറുതെ ആരെങ്കിലും വിളിച്ചു പറഞ്ഞാലൊന്നും ജാമ്യം കിട്ടാനൊന്നും പോകുന്നില്ല. അങ്ങനെ കിട്ടില്ല, അത്രയ്ക്ക് സ്ട്രോങ് റിലയബിൾ ഇൻഫർമേഷൻ ആണോ? എനിക്ക് ഐ പേഴ്സണലി നോ ദിസ് ഇൻസിഡൻറ്റ് ടു പ്ലേസ്. K. സുരേന്ദ്രൻ പറഞ്ഞു അത് നടക്കുന്നില്ല, എന്തായി പറയണമെന്ന് പറഞ്ഞിട്ട് ഹി ഡിസ്കണക്റ്റഡ് ദ ഫോൺ. ഐ നോ ദിസ്. അതാണ് ഞാൻ ഈ അന്ന് സംഭവിച്ച കാര്യമാണ്. ഇത്രയും കാലത്തിന് ശേഷം ഞാൻ ഈ ഇൻഫർമേഷൻ ഡീക്ലാസിഫൈ ചെയ്യുന്നു. ബിക്കോസ് ദേ ഹാവ് എ ഫീലിംഗ് ദാറ്റ് someone in BJP will operate for them. Because we have some people in BJP also. ഒന്ന് ട്രൈ ചെയ്ത് നോക്ക്, ഒരു 5 crores കൊടുക്കാമെന്ന് പറ. ഇങ്ങനെയൊക്കെ ഓപ്പറേറ്റ് ചെയ്യുന്നവരാണിവർ. ഇപ്പം അവർ ഇത്തരം ഓപ്പറേഷൻസ് നടക്കില്ല. അവർ സുരേന്ദ്രനെ മനസ്സിലാക്കിയില്ല അല്ലേ? ഇന്ന് ഞാൻ പറയില്ല. കാരണം ഈ മരിയോ പൂസോയുടെ ഗോഡ് ഫാദർ എന്ന നോവലുണ്ടല്ലോ, അതിൽ ഗോഡ് ഫാദർ പറയുന്നുണ്ട്, every man has got a price tag on his neck. You pay it, you can buy him. ഇതാണ് ഗോഡ് ഫാദറിൻ്റെ പ്രിൻസിപ്പിൾ. ഇതാണ് ഇവർ ട്രൈ ചെയ്യുന്നത്. എല്ലാവർക്കും ഒരു പ്രൈസ് ടാഗ് ഉണ്ട്, അത് കണ്ടുപിടിക്കാൻ അല്പം പ്രയാസമാണ്. ചിലർക്ക് അത് പണമായിരിക്കാം, ചിലർക്ക് ഭൂസ്വത്തായിരിക്കാം, ചിലർക്ക് പെണ്ണായിരിക്കാം, ചിലർക്ക് മദ്യമായിരിക്കാം, അധികാരമായിരിക്കാം. ഇങ്ങനെ പല രീതിയിൽ ഇങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ മോഹൻദാസിനെ ഞങ്ങൾ സാഹിത്യ അക്കാദമിയുടെ പ്രസിഡൻ്റ് ആക്കാം. അപ്പോൾ എനിക്ക് അവിടെ ഒന്ന് കയറിഞ്ഞെളിയണമെന്നുണ്ട്. സാഹിത്യ അക്കാദമി പ്രസിഡൻ്റ് ആയിക്കഴിഞ്ഞാൽ ഈ പറഞ്ഞ സച്ചിദാനന്ദനെയും KG ശങ്കരപ്പിള്ളും ബാലേന്ദ്രൻ ചുള്ളിക്കാട്ടിനെയൊക്കെ എൻ്റെ കയ്യിൽ കിട്ടട്ടെ. ഇങ്ങനെ ഒരു അധികാരത്തിൻ്റെ മത്തുണ്ട് എനിക്ക്. അത് തന്നെ കണ്ടുപിടിച്ചിട്ട് ഇവനെ അതിൽ കയറി കൊടുത്തു. വി അഷ്യൂർ യു, ഞങ്ങൾ പിണറായി വിജയനോട് പറഞ്ഞിട്ട് ചെയ്യും. അപ്പോൾ അതൊക്കെ വലിയ ബഹളമാവില്ല. ബഹളം എന്താണെന്ന് ആദ്യം തവള ചെത്ത വാർത്ത പാമ്പിയാകുമ്പോൾ മാറും. ഇത്രയല്ലേ ഉള്ളൂ. 4 ദിവസം TV യിലിട്ട് കളിക്കും. കാര്യമൊന്നുമില്ല. ഇങ്ങനെ ദിസ് ഈസ് ഹൗ ദ ഡീൽസ് ആർ ബീയിങ് ഡൺ. അപ്പോൾ ഇത് ഈ SDPI ഇങ്ങനെയൊക്കെ ചെയ്യുന്നതിൽ എനിക്ക് അത്ഭുതമൊന്നുമില്ല. ഇങ്ങനെ ചെയ്യുന്ന ആൾക്കാരാണ് ഇവർ. ആൻഡ് ഐ ആം ഫസ്റ്റ് ഹാൻഡ് വിറ്റ്നസ് എന്ന് പറയാൻ പാടില്ല, ബട്ട് ഇൻഫർമേഷൻ എൻ്റെ കയ്യിലുണ്ട് അതിൻ്റെ. പിന്നെ ഇതൊക്കെ ഇങ്ങനെ പറഞ്ഞുകൊണ്ട് നടക്കുന്നത് ശരിയല്ലോ എന്ന് ഇപ്പോൾ സുനിൽ പിന്നെ വല്ലാതെ കോർണർ ചെയ്തപ്പോൾ ഞാൻ പറഞ്ഞു പോയതാണ്. ദിസ് ഈസ് ദ വേ ദേ ആർ ഓപ്പറേറ്റിംഗ്. എവറി പാർട്ടി ദേ ആർ ട്രൈയിങ് ടു ബൈ പീപ്പിൾ ത്രൂ മണി ആൻഡ് ത്രൂ അതർ മീൻസ്. ഞാൻ നേരത്തെ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഉപയോഗിച്ചിട്ട് അവരുടെ ഗ്രിപ്പിലാക്കാനായിട്ട്. ബട്ട് വൺ തിങ് ഐ എം ഷുവർ, പോപ്പുലർ ഫ്രണ്ടിൻ്റെ അഥവാ SDPIയുടെ മെജോറിറ്റി ഓഫ് ദ വോട്ട്സ് അവർ പബ്ലിക്കിൽ എന്തും പറയട്ടെ, അവർ വോട്ട് ചെയ്യാൻ പോകുന്നത് CPM-നാണ്, LDF-നാണ്. പബ്ലിക്കിൽ പറയുന്നത് ഈ പറഞ്ഞ പൊളിറ്റിക്സിന് വേണ്ടിയിട്ടാണ്, കോൺഗ്രസിനെ എംബ്രാസ് ചെയ്യാൻ. കോൺഗ്രസ് അത് തുറന്നു കാട്ടട്ടെ. കോൺഗ്രസ്സിന് ഈ ഒരു സ്ട്രാറ്റജി മനസ്സിലാക്കണ്ടേ. കോൺഗ്രസിന് ജോർജ് ബുഷിനെ അറിയാമോ? ജോർജ് ബുഷ് ഒന്നാമനെയോ രണ്ടാമനെയോ അറിയാമോ? ഇനി കിട്ടിയാൽ കിട്ടട്ടെ എന്നായിരിക്കും കോൺഗ്രസ്. കോൺഗ്രസിൻ്റെ ഒരു കുഴപ്പം എന്താണെന്ന് വെച്ചാൽ, കോൺഗ്രസിൻ്റെ നരേറ്റീവ് ഇപ്പോൾ 2 മാധ്യമങ്ങളുടെ കയ്യിലാണ്, മനോരമയുടെയും മാതൃഭൂമിയുടെയും, കുറേയൊക്കെ ഏഷ്യാനെറ്റ് 2 പേർക്കും വേണ്ടിയിട്ട് നരേറ്റീവ് ഓടിക്കുന്നുണ്ട്. LDF-ന് വേണ്ടിയിട്ടും UDF-ന് വേണ്ടിയിട്ടും. BJPക്ക് എതിരായിട്ട്. അതാണ് ഏഷ്യാനെറ്റിൻ്റെ. ഈ രാജീവ് ചന്ദ്രശേഖർ എന്ന പണ്ടാറക്കാലം നടുക്ക് കിടക്കുന്നതുകൊണ്ട് ഏഷ്യാനെറ്റിന് അല്പം സൂക്ഷിച്ച് വേണം അവരുടെ അജണ്ട റൺ ചെയ്യാൻ. അതിന് കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അവർ റൺ ചെയ്യുന്ന അജണ്ടയ്ക്ക്
ഇദ്ദേഹം സമാധാനം പറയേണ്ടി വരും. ഇദ്ദേഹം പലതവണ പറഞ്ഞൊഴിയുന്നുണ്ട്, ഞാനതിൽ ഇടപെടാറില്ല. എനിക്കതിൽ അത്ഭുതം തോന്നുന്നു കേട്ടോ. അവർ പറയുന്ന നുണയിൽ പോലും നിങ്ങൾ ഇടപെടുന്നില്ലെങ്കിൽ പിന്നെ എന്താണ് ഇപ്പോൾ ഇത്? അതെ. ഇന്ന് രാവിലെ നമസ്തേ കേരളം നടക്കുന്നു. അപ്പം മുൻപ് സർവീസിലുണ്ടായിരുന്ന ഒരു മുൻ ഇലക്ഷൻ കമ്മീഷണറെ കൊണ്ടുവന്നിട്ട് ഇപ്പോൾ കേന്ദ്ര സർക്കാർ എടുക്കുന്ന നടപടികളെ വിമർശിച്ചുകൊണ്ട് അദ്ദേഹത്തിൻ്റെ ബൈറ്റ് കാണിക്കുന്നു. ബൈറ്റ് കഴിഞ്ഞ ഉടനെ അബ്ജോദിൻ്റെ കമൻറ്റ്, ഇന്ത്യയിലെ തെരഞ്ഞെടുപ്പ് സ്വതന്ത്രമായിരിക്കുമോ എന്ന് ലോകരാജ്യങ്ങൾ ആശങ്കപ്പെടുമ്പോഴാണ് ഇദ്ദേഹത്തിൻ്റെ വെളിപ്പെടുത്തൽ. അതെ, നല്ല കാര്യം. നിഷ്കളങ്കമായി പറഞ്ഞങ്ങ് പോവുകയാണ്, ഒറ്റയടി തീർന്നു. അതിൻ്റെ അടുത്ത വാർത്തയിലേക്ക് പോകുന്നു. ഞാൻ പറയുന്നത് പ്രോബ്ലി വി മേ ഹാവ് ടു ഡു ദാറ്റ്. ഈ ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീൻ ഉണ്ടല്ലോ, നിരന്തരം ഞാൻ ഈ റിപ്പോർട്ടർ ചാനൽ ചർച്ചയിൽ ഇത് കാണാറുണ്ട്. 2024 തെരഞ്ഞെടുപ്പ് എന്നൊക്കെ പറയുമ്പോൾ എപ്പോഴും നികേഷ് കുമാർ പറയും 2024 തെരഞ്ഞെടുപ്പ് ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീൻ്റെ പെർഫോമൻസ് പോലെ ഇരിക്കും. അതുകൊണ്ട് മോദി ജയിക്കുമെന്ന് ഞാൻ പറയില്ല, ജയിക്കുകയാണെങ്കിൽ അത് മെഷീൻ്റെ കഴിവായിരിക്കും. ദിസ് ഹാസ് ടു ബി എക്സ്പോസ്. സുപ്രീം കോടതി ഇടപെട്ട് വൺസ് ഫോർ ഓൾ സെറ്റിൽ ചെയ്ത സാധനമാണിത്. ഇപ്പോൾ വീണ്ടും ഒരാൾ പോയിട്ടുണ്ട്, ഈ ബാലറ്റ് പെട്ടിയിൽ വീഴുന്നുണ്ടല്ലോ, ആ സ്ലിപ്പ്, അത് എണ്ണിയിട്ട് വേണം തെരഞ്ഞെടുപ്പ് ഫലം പ്രഖ്യാപിക്കാൻ. ഹി ഈസ് നോട്ട് ഗോയിങ് ടു വിൻ. ദിസ് വാസ് ടൈം ആൻഡ് അഗെയിൻ ഡിസ്കസ്ഡ് ഇൻ സുപ്രീം കോർട്ട്. ഇവരെല്ലാം സത്യവാങ്മൂലം കൊടുത്ത് ഇലക്ഷൻ കമ്മീഷനൊക്കെ ആയിട്ട് ഇരുന്ന് ചർച്ച ചെയ്ത് ഇത്ര ശതമാനം 10% നമുക്ക് എണ്ണി നോക്കാം, അതിൽ വ്യത്യാസം കാണുകയാണെങ്കിൽ പിന്നെ മുഴുവൻ എണ്ണം, ഇങ്ങനെയൊക്കെ പറഞ്ഞെല്ലാം സീൽ ചെയ്ത് കഴിഞ്ഞതാണ്. Now a fool is going with a public interest litigation and Supreme Court is sending notice as if something wrong with the existing EVM. ആ നോട്ടീസ് പോലും അയക്കാൻ പാടില്ല, ഇൻ ലിമിനി അത് ഡിസ്മിസ് ചെയ്യണം. അല്ല, ഇലക്ഷൻ നടപടി തുടങ്ങി കഴിഞ്ഞാൽ പിന്നെ ഇടപെടാൻ പാടില്ല എന്ന് സുപ്രീം കോടതി തന്നെ പറഞ്ഞിട്ടില്ല. അല്ല, അവർ ഇലക്ഷനിൽ ഇടപെടുന്നില്ലല്ലോ. EVM സംബന്ധിച്ച് വന്ന ഒരു ജനറൽ പരാതിക്ക് കേന്ദ്ര സർക്കാരിന് ഇലക്ഷൻ കമ്മീഷൻ നോട്ടീസ് അയക്കുകയാണ്. അല്ലാതെ ഇലക്ഷനിൽ അവരിടപെടുന്നില്ല, അവരിടപെടാനും പോകുന്നില്ല ഇലക്ഷൻ കഴിയുന്നവരെ. പക്ഷേ ഈ ആദ്യത്തെ സത്യവാങ്മൂലമോ സംഗതിയോ വന്നു കഴിയുമ്പോൾ അവരൊരു 4 കമൻ്റ് അടിച്ചാൽ മതിയല്ലോ, വിച്ച് വിൽ ക്രിയേറ്റ് എ ഡൗട്ട് എമംഗ് പീപ്പിൾ. ചുമ്മാ ഒന്ന് കമൻ്റ് അടിച്ചാൽ മതി. ഈ കമൻ്റ് വെച്ചിട്ടാണ് ഇപ്പോൾ കേസുകൾ ജയിക്കുന്നത്. സുപ്രീം കോടതി ഹൈക്കോടതിയും കമൻ്റ് അടിച്ചു എന്ന് പറഞ്ഞിട്ട് അത് ഹൈലൈറ്റ് ചെയ്തിട്ടാണ് ഇവർ കേസ് ജയിക്കുന്നത്. അല്ലാതെ ജഡ്ജ്മെൻറ്റ് വന്നു കഴിയുമ്പോൾ കേസ് നോക്കുകയാണ്. കേരളത്തിൻ്റെ സകല കേസും സുപ്രീം കോടതിയിൽ തോറ്റതാണ്. വെറും TV ഹെഡ്ലൈൻ വെച്ചാണ് കേരളം കേസ് ജയിക്കുന്നത്. 10 കോടി രൂപയാണ് കേന്ദ്രത്തിനെതിരെ കേസ് കൊടുക്കാൻ മുടക്കിയത്. ഇറ്റ് ഇസ് എ ബിഗ് റാക്കറ്റ്, ബിഗ് റാക്കറ്റ്. ഇപ്പോൾ സ്റ്റാലിൻ കേസിന് പോകും. ഈ കേരളത്തിൻ്റെ തന്നെ ഒരു കേസ് സുപ്രീം കോടതിയിൽ പോകണോ വേണ്ടയോ എന്ന് തീരുമാനിക്കുന്ന ഒരു ഗ്രൂപ്പുണ്ട്. AGയോട് ചോദിക്കും, ഗോപാലകൃഷ്ണ കുറുപ്പ് സാറ് ന്യായമായ കാര്യമേ പറയുള്ളൂ, സാറവിടെ വിടും. ദെൻ സം അതർ ഓപ്പറേറ്റേഴ്സ് ആർ ഡിസൈഡിങ് ദാറ്റ് വി മസ്റ്റ് ഗോ ടു സുപ്രീം കോർട്ട്. സാറതിന് ഗോപാലകൃഷ്ണ കുറുപ്പ് സാർ അതിന് എതിര് പറയാനൊന്നും പോകാറില്ല. സുപ്രീം കോടതി പോകണമെന്ന് സർക്കാർ തീരുമാനിച്ചു കഴിഞ്ഞാൽ ശരി പൊക്കോ, പോയിട്ട് അവിടെ എന്താണെന്ന് വെച്ചാൽ മേടിച്ചു. മാക്സിമം കേസിൽ ഞാൻ അറിഞ്ഞിടത്തോളം കേരളത്തിലെ AG ഇത് അപ്പീലിന് പോകരുത് യൂണിവേഴ്സിറ്റി വൈസ് ചാൻസലറെ വെച്ചു. അത് ഹൈക്കോടതി റദ്ദാക്കിയതിനെതിരെ സുപ്രീം കോടതിയിൽ പോയി. എന്തിന്? വേറെ വൈസ് ചാൻസലർ ഇല്ലാഞ്ഞിട്ടോ, വേറൊരാളെ വെച്ച കാര്യം കഴിഞ്ഞില്ലേ. ഗവർണറുടെ തീരുമാനം അത് മുഴുവൻ സുപ്രീം കോടതിയിൽ ചലഞ്ച് ചെയ്യുക. ഇപ്പോൾ പ്രസിഡൻറ്റിനെതിരെ ഹർജി കൊടുത്തു. എവിടെയായി ഹർജി? ഒരു ഹെഡ്ലൈൻ വന്നു, ഏഷ്യാനെറ്റ് ആഘോഷിച്ചു, മനോരമ ആഘോഷിച്ചു, എന്തോ പ്രസിഡൻറ്റിനെ ഒരു മൂലയ്ക്കിരുത്തി എന്നുള്ള മട്ടിൽ ജയിച്ചു എന്നുള്ള മട്ടിൽ. ഇതിന് ഞാനത് ആ വാക്ക് ഉപയോഗിക്കാമെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. ദിസ് ഈസ് സം സോർട്ട് ഓഫ് മണി മേക്കിംഗ് റാക്കറ്റ്. സുപ്രീം കോടതിയിൽ ഒരു 100 crore ക്ലബ്ബുണ്ട്. മാസം 100 കോടി രൂപ വരുമാനമുള്ള വക്കീലന്മാരുടെ ക്ലബ്ബ്, അൺഒഫീഷ്യൽ ക്ലബ്ബാണ്, രജിസ്റ്റർ ചെയ്ത ക്ലബ്ബ്, 100 crore ക്ലബ്ബ്. ഇങ്ങനെ കാശുണ്ടാക്കുക സർക്കാരിനെ വെച്ചിട്ട്. നിങ്ങളപ്പോൾ കൊണ്ടുപോകാൻ അതൊക്കെ ഞാൻ ശരിയാക്കാം. ഈ എണീറ്റ് നിൽക്കുന്നത് കപിൽ സിബലാണ്, അല്ലെങ്കിൽ പ്രശാന്ത് ഭൂഷണാണ്, അഭിഷേക് മനു സിംഗ്വിയാണ്. ദർ ഇസ് എ സീരിയസ് കോൺസ്റ്റിറ്റ്യൂഷണൽ ഇഷ്യൂ എന്നൊക്കെ പറഞ്ഞിട്ട് നെഞ്ചത്തെടുത്ത് ഞാൻ ഐ ഹാവ് സീൻ ദം ഡൂയിങ് ദിസ് ഡ്രാമ. പോയി രാവിലെ തന്നെ എണീറ്റ് നിൽക്കും, മറ്റ് കേസുകളൊക്കെ വിളിക്കുന്നതിന് മുമ്പ് തന്നെ. ഇങ്ങനെ സീനിയർ വക്കീലല്ലേ, വാട്ട് ഹാപ്പൻ, വാട്ട് ഈസ് ദ മാറ്റർ? ഇങ്ങനെ ആദ്യമേ ഇടിവെട്ടൊരു ചോദ്യമാണ്. ഈസ് ദർ റൂൾ ഓഫ് ലോ ഇൻ ദിസ് കൺട്രി? Is the constitution has some significance in the ruling of this country? What sort of administration is going on? People പേടിച്ചിട്ട് എന്ത് പറ്റി കാര്യം എന്താണ്? This is a very serious matter, your lordships.
I need a stay order on this. The rest of the things I will make submissions, I will make return submission. Stay order granted. കഴിയും. ഒരു സ്റ്റേ മേടിച്ചിട്ട് അയാൾ പോവുകയാണ്. 15 ദിവസം കഴിയുമ്പോൾ ഈ ജഡ്ജി ഈ ഡീറ്റെയിൽ ഒക്കെ വായിച്ചു നോക്കാം. അമ്പട കള്ള സ്റ്റേ വെക്കേറ്റഡ്. ഇത് ഏഷ്യാനെറ്റിൽ വരില്ല. ഈ ഒറ്റ സ്റ്റേ ഓർഡറിൽ കേരളത്തിന് വൻ വിജയം, കേന്ദ്രത്തിന് തിരിച്ചടി. നമ്മൾ നോക്കുമ്പോൾ എന്താ, ചീഫ് ജസ്റ്റിസ് DY ചന്ദ്രചൂഡ് ഒരു കവളം മടൽ എടുത്തിട്ട് മോദി അങ്ങ് അടിക്കുകയാണ്, അച്ചാലും മുച്ചാലും. മോദി അയ്യോ എൻ്റെ ചേട്ടാ അടിക്കല്ലേ ചേട്ടാ എന്നൊക്കെ തിരിച്ചടി. മറിച്ചടി കിട്ടിയാൽ പറയത്തുമില്ല. വായിച്ച് നോക്കില്ല, ജഡ്ജ്മെൻറ്റ് വായിച്ചാൽ മനസ്സിലാവില്ല പാവം. അത് ഞാനത് കുറ്റം പറയില്ല കേട്ടോ. ഒന്നാമത് ഈ ലീഗൽ ഇംഗ്ലീഷ് കുറച്ചൊക്കെ അറിയാമെന്നുള്ളൊരു ചെറിയ അഹങ്കാരം എനിക്കുണ്ട്. എന്നാൽ പോലും എനിക്ക് പലതും വായിക്കാൻ മനസ്സിലാവാറില്ല. ഇന്നലെ ഞാൻ കേരളത്തിൻ്റെ ജഡ്ജ്മെൻറ്റ് വായിച്ച് കേൾപ്പിച്ചില്ല. സുനിലിനും ഉണ്ടല്ലോ ഒരു LLB ഡിഗ്രി, തലയ്ക്ക് വെച്ച് കിടന്നുറങ്ങുന്നുണ്ടല്ലോ. മനസ്സിലായോ സുനിലിന്? എനിക്കൊന്നും മനസ്സിലായില്ല. ഇല്ല, യു വിൽ നോട്ട്. ഇറ്റ്സ് വെരി ഡിഫിക്കൽട്ട്, സോ കോംപ്ലിക്കേറ്റഡ് കോൺസ്റ്റിറ്റ്യൂഷണൽ ഇഷ്യൂസ്. അപ്പോൾ ഇതിട്ട് 4 വാക്കൊക്കെ ഇട്ട് കളിച്ചിട്ടൊരു സ്റ്റേ ഓർഡർ വാങ്ങിച്ചിട്ട് ഞങ്ങൾ ജയിച്ചു എന്ന് പറഞ്ഞ് നടക്കും. ഇറ്റ്സ് ഓൾ ഫുളിഷ്. കമ്മിങ് ബാക്ക് ടു അവർ ഒറിജിനൽ SDPI, ഞാൻ ഇപ്പോഴും പറയുന്നു 95% ഓഫ് ദ പോപ്പുലർ ഫ്രണ്ട് SDPIക്ക് വിടുന്നത് അതൊരു മുഖം മൂടിയാണ്. 95% of the Popular Front people, in whichever party they are working, they will vote LDF, not UDF. But UDF will be in defensive. അല്ല, അവർ എംബറാസ്ഡ് ആണ്. എങ്ങനെ ഇത് കൈകാര്യം ചെയ്യണം നമുക്ക് അറിഞ്ഞുകൂടാ. അവരാകെ ചെയ്യേണ്ടത് കുറേ തീവ്രവാദ എലമെൻറ്റ്സ് അതിലുണ്ട് എന്ന് വിചാരിച്ചിട്ട് ആ സമുദായം തീവ്രവാദികളാകുന്നില്ല എന്ന് പറയാം. അപ്പം സംഭവം മാറും. അപ്പം LDF പ്രതിരോധത്തിലാവും. ഇതൊക്കെ ചെയ്യാൻ സാമർഥ്യം കോൺഗ്രസിന് ഇല്ലാത്തതിന് നമുക്കെന്ത് ചെയ്യാം? ഏതായാലും സതീശനും സുധാകരനും TGയുടെ ഈ സൗജന്യ അഡ്വൈസ് മുഖവിലക്കെടുക്കട്ടെ. പുച്ഛിക്കും അവർ കേട്ടോ, ആ സംഗി മാക്രി എന്നൊക്കെ. ഏതായാലും they don't listen to sane advice. In fact, no politician will listen to sane advice, and therefore every politician goes and get trapped himself in some cesspool. സതീശൻ കേട്ടാൽ സതീശന് കൊള്ളാം. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.